ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ ഗോതമ്പർഗ് സിറ്റിയിലെ ബൊട്ടാണിക്കൽ ഗാർഡനാണ് കേട്ടോ കാണാൻ പോകുന്നത്. നേരെ എൻട്രൻസിൽ തന്നെ ഇതുപോലെ ചെറിയ പ്ലാന്റ്സിൻ്റെ ഒരു നഴ്സറി ആയിരുന്നു ഫസ്റ്റ് തന്നെ നമ്മളെ വെൽക്കം ചെയ്യുന്നത്. നല്ല പ്ലേസാണ് കേട്ടോ. ആക്ച്വലി ഞാൻ ഇത്രയും നാളിത് മിസ് ചെയ്തല്ലോ എന്ന് ആലോചിച്ചു. കാണുമ്പോൾ ചെറിയൊരു ഏരിയ ഉണ്ടെന്നേ തോന്നത്തുള്ളൂ, ബട്ട് ഓൾമോസ്റ്റ് ഇത് 175 ഹെക്ടർ ഏരിയയോളം ഉണ്ട് ഈ മൊത്തം ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറയുന്നത്. ആക്ച്വലി ഇവിടെ ഒരുപാട് വർഷങ്ങളായിട്ട് നഷ്ടപ്പെട്ടു പോയ പ്ലാന്റ്സ്, പിന്നെ നമുക്കിനി അതിൻ്റെ സ്പീഷീസ് വേറെ എവിടെയും കിട്ടില്ല എന്നാൽ ലെവലിൽ എക്സ്റ്റൻഷൻ വന്നു പോയ ചില പ്ലാന്റ്സൊക്കെ പ്രിസർവ് ചെയ്തിട്ടുണ്ടെന്നാണ് അവിടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. യൂറോപ്പിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളതും വലിയൊരു ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് കേട്ടോ ഇത്. ആക്ച്വലി ഗോതമ്പർഗിൻ്റെ 300 സംതിങ് ആനിവേഴ്സറിക്കാണിത് ഇത് സ്ഥാപിച്ചത്. നിറയെ പ്ലെയിൻ ഏരിയാസ് ഉണ്ട്, ഗാർഡൻ ഏരിയാസ്, ഇതുപോലെ ചെടികളുള്ള. ഇവിടെ നമുക്ക് ചവിട്ടാൻ പാടില്ല, ഇതൊക്കെ അങ്ങനെ പ്രിസർവ് ചെയ്തിരിക്കുന്ന പ്ലേസാണ്. ഇതൊന്നും ചവിട്ടാനോ കുട്ടികളെ അങ്ങോട്ട് കടത്തിവിടാനോ ഒന്നും പാടില്ല. ആൻഡ് ഇതുപോലെ പരന്ന പ്ലേസുകളുണ്ട്, അവിടേക്കൊക്കെ നമുക്ക് നടന്നു പോകാം, നമുക്കവിടെ ഇരിക്കാം, മാറ്റൊക്കെ വിരിച്ചിരിക്കാം, അങ്ങനെയൊക്കെ പാർക്ക് ഏരിയ, കഴിക്കാൻ, അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ട്. ബട്ട് നമ്മൾ ചെടികൾ നട്ടയ്ക്കുന്ന പ്ലേസ് മാത്രം ഒന്നും ചെയ്യാൻ പാടില്ലാത്ത ഏരിയ ആണ്. ആൻഡ് ഇവിടെ കുറച്ച് ഗ്ലാസ് ഹൗസസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 2030 ഡെവലപ്പ് ആകുമെന്നാണ് അവിടെ എഴുതി വച്ചേക്കുന്നത്. ആ സമയത്തേക്കും ചൂടുള്ള രാജ്യങ്ങളിൽ അവിടെ അത് വളരാൻ പ്രയാസമുള്ള ചെടികൾക്ക് അത് പെട്ടെന്ന് നശിച്ചു പോകുന്ന കണ്ടോ ഈ ബിൽഡിങ്. ഇവിടെ ഫ്യൂച്ചറിൽ ആ ചെടികളുടെ സ്പീഷീസ് ഇവർ ഓൾറെഡി പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്ത് ഇവിടെ അതൊരു പ്രിസർവേഷൻ കണക്ക് കീപ്പ് ചെയ്യുമെന്നാണ് അവരവിടെ പറഞ്ഞേക്കുന്നത്. പിന്നെ ഇങ്ങനെ നടന്നു പോകുന്ന നിറയെ ഏരിയ ഉണ്ട്. ഇവിടെ നല്ല നല്ല വലിയ പൈൻ മരങ്ങളുണ്ട് കേട്ടോ. ഈ ഓരോ പൈൻ മരവും ഡിഫറെൻ്റ് ആണ്. ഇതിനെ എന്തോ അംബ്രല്ല ടൈപ്പ് എന്തോ മരം എന്നാണ് പറയുന്നത്. ഭയങ്കര വലുതാണ് ഇത്, നല്ല തണലും ഉണ്ട്. അത് കാണുമ്പോൾ തന്നെ ഇങ്ങനെ താഴറ്റം വരെ വളർന്ന് ഇലകൾക്കൊന്നും കേടൊന്നും വരാണ്ട് നന്നായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ഏരിയ ആണ് കേട്ടോ. നിറയെ ഏരിയ കാണാൻ ഒരു ഫോറസ്റ്റ് പോലെ ഉണ്ട്. കാണുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ ഒരു ഫോറസ്റ്റ് ഏരിയ. നല്ല വെയിലുള്ള ഡേ ആയിരുന്നു. ബട്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ള പ്ലേസ്, പിന്നെ ടോയ്ലറ്റ്, എല്ലാ ഫെസിലിറ്റീസും ഇതിനകത്ത് അവൈലബിൾ ആണ് കേട്ടോ. ഒരു ഈവനിങ് ഒക്കെ നമുക്ക് പോയി എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. ഞാൻ നല്ല വെയിലുള്ള സമയത്താണ് പോയത്. അത്യാവശ്യം നല്ല കടുത്ത ചൂടുണ്ട്, അതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ കയ്യിൽ ക്യാരി ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. കഫേസൊക്കെ ഉണ്ട് ഇതിനകത്ത്, പ്രോബ്ലം ഒന്നുമില്ല. ചെറിയ പോണ്ട് കണ്ടോ, അത് കണ്ടൊരു ഫോറസ്റ്റ് ഏരിയ പോലെയല്ലേ, നല്ല രസമല്ലേ കാണാനായിട്ട്. ആക്ച്വലി ഇതിൻ്റെ മണ്ടയിലൊക്കെ നമുക്ക് കയറി പോകാം കേട്ടോ. ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് കയറി പോകാനായിട്ട് ഏരിയ പറഞ്ഞിട്ടുണ്ട്, അവിടെ വേ കൊടുത്തിട്ടുണ്ട്. അതുവഴി മാത്രമേ പോകാവൂ, പക്ഷെ നമുക്ക് ടോപ്പ് റീജിയൻ വരെ പോകാൻ പറ്റും. ആൻഡ് ഇവിടെ ചെറിയ കുറച്ച് പാറക്കെട്ടും വെള്ളമൊക്കെ കണ്ടു. അപ്പം ഞാനതുവഴി വെറുതെ ഒന്ന് ക്രോസ് ചെയ്ത് പോകാം എന്ന് കരുതി. അതാണ് ഞാനതുവഴി ചാടി പോകുന്നത് നിങ്ങൾ കാണുന്നത്. ഇവിടെയുള്ള പല ചെടികളും എന്താണെന്ന് പറയാനൊന്നും എനിക്കറിയില്ല. ബൊട്ടാനിസ്റ്റുകളൊക്കെ വരികയാണെങ്കിൽ ഇറ്റ്സ് എ നൈസ് ഏരിയ. ആൻഡ് മെയ് തൊട്ട് സെപ്റ്റംബർ വരെയുള്ള ടൈമുകളിൽ നിങ്ങൾ വരികയാണെങ്കിൽ എല്ലാ ബൊട്ടാണിക്കൽ ഗാർഡൻസും വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. കാരണം എല്ലാ ചെടികളും കറക്റ്റ് ലെവലിലേക്ക് വന്നിട്ടുണ്ടാവും. ഈ മരം ഞാൻ സ്പെസിഫിക്കലി പറയണം കേട്ടോ, കാരണം എനിക്ക് ട്രിപ്പോഫോബിയ എന്ന് പറയുന്നൊരു പ്രശ്നമുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര വിമ്മിഷ്ടം തോന്നുന്ന ഒരു സാധനം, ഞാൻ കൗതുകം ലേശം കൂടുതലായത് കാരണം പോയി കണ്ട ഒരു നിമിഷമാണിത്. ഇപ്പോൾ ആ മരം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ആ ഫോബിയ എന്ന്. എനിക്ക് ഇങ്ങനത്തുള്ള സ്മോൾ ഹോൾസ്, ഒമൈഗോഡ്, എനിക്ക് ആ വീഡിയോ ഇതിലൂടെ പോലും എനിക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ എൻ്റെ നേരിട്ടത് കണ്ട അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. അതെന്താ മരത്തിൽ അങ്ങനെ ആരെങ്കിലും ചെയ്തു വെച്ചേക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു പ്രശ്നം ഞാനവിടെ ഫേസ് ചെയ്തു. ബട്ട് എനിവേ ആ മരം ഇലകളൊന്നും ഇല്ല, അറിയില്ല. പിന്നെ ചെറിയൊരു ടണൽ പോലെ ഉണ്ടായിരുന്നു. അതിനകത്തോട്ട് ജസ്റ്റ് നമുക്ക് വാക്ക് ചെയ്ത് പോകാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ ഇവിടെ സേഫാണ് കേട്ടോ. ഇവിടെ ഒന്നും കളിക്കുന്നത് കൊണ്ട് ഈ കാണുന്ന വാട്ടർ ബൗണ്ടറീസ് ഒന്നും ഒരുപാട് കുഴി എന്നുള്ള സ്ഥലമൊന്നുമല്ല. അപ്പോൾ കുട്ടികൾക്ക് സേഫാണ് ഇവിടെ കളിക്കാനൊക്കെ. പിന്നെ ഇതാണ് റോക്ക് ഗാർഡൻ എന്ന് പറയുന്നത്. ഇവിടെ ഈ എല്ലാ പാറക്കെട്ടിനിടയിലും ചെറിയ ചെറിയ ചെടികൾ വളർന്നു വരുന്നുണ്ട്. അപ്പോൾ അതിലൊന്നും ചവിട്ടാൻ പാടില്ല, ജസ്റ്റ് ഈ പാറയിലൂടെ മാത്രമേ നമ്മൾ ചവിട്ടി പോകാൻ പാടുള്ളൂ. അങ്ങനെയാണ്. നല്ലൊരു സീനറിയുള്ള ഏരിയ ആണ് കേട്ടോ. ഞാൻ യഥാർത്ഥത്തിൽ അവിടെ കോൺവെർസേഷനൊക്കെ ഈ വീഡിയോയിൽ നടത്തുന്നുണ്ട്, പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാറ്റിൻ്റെ ശക്തി കാരണം എൻ്റെ വോയിസൊക്കെ പോയി. അതാണ് ഞാൻ ഇപ്പോൾ വോയിസ് ഓവർ ചെയ്യുന്നത്. മൊത്തത്തിലൊരു ഫോറസ്റ്റ് വൈബൊക്കെ അല്ലേ. അങ്ങനെ ഭയങ്കര വെയിലായതുകൊണ്ട് ഞാൻ തിരിച്ചിറങ്ങിയതാണ്. പിന്നെ ഇതാണ് ചെറിയൊരു റെസ്റ്റിംഗ് ഏരിയ. ഇവിടെ നിന്ന് റെസ്റ്റൊക്കെ എടുത്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു.
പിന്നെ ഇതുപോലെ ഈ കാടുകളുടെ ഇടയിൽ ഒരു സ്മോളർ നൈസ് ഒരു പാത്ത് വേ ഉണ്ട് കേട്ടോ. ആ പാത്ത് വേയിൽ വെറുതെ ജസ്റ്റ് നടക്കാം. അങ്ങനെ നല്ലൊരു പ്ലേസാണ്. മോർണിംഗ് ഒക്കെ വരുവാണെങ്കിൽ ഫുഡൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. ഇത് വെള്ളം കെട്ടിക്കിടക്കുന്നതാണ്, മഴ പെയ്തിട്ട് കെട്ടിക്കിടക്കുന്നതാണ്, അല്ലാതെ പോണ്ടൊന്നുമല്ല. നടക്കാൻ പറ്റുന്നവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. അങ്ങനെ ഇതൊക്കെ കണ്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനിൽ നടക്കുകയാണ്. സോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്തൊരു പ്ലേസുമായിട്ട് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ബൈ.